നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളുമായി CPM MLA PV അൻവർ രംഗത്ത് വരികയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയാൽ അദ്ദേഹം അത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൈമാറുമെന്നും പിന്നീട് ആ പരാതിയിൽ ഒരു ചുക്കും നടക്കില്ല എന്നും PV അൻവർ ആരോപിച്ചു. നിലമ്പൂരിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് അൻവറിന്റെ ഈ പ്രതികരണം. പാർട്ടി പ്രവർത്തകർക്ക് ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിക്കും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ പി ശശിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്നും എന്നാൽ ഇനി പി ശശിക്കെതിരെ വീണ്ടും ഇരുവർക്കും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ്. ഏരിയ സെക്രട്ടറിമാരടക്കം ഒരു വിഷയത്തിലും ഇടപെടാൻ കഴിയാത്ത അവസ്ഥ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടാക്കിയെന്നും അൻവർ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. താൻ നൽകിയ പരാതിയിൽ പി ശശിയുടെ പേരില്ല എന്ന് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ശരി തന്നെയാണ്. CPM പാർലമെന്ററി യോഗം ഇനി അടുത്ത നിയമസഭാ യോഗത്തിന് മുൻപ് മാത്രമേ നടക്കൂ. അതുവരേക്കും കാത്തിരിക്കാനാവില്ല എന്നതുകൊണ്ടാണ് താൻ പരസ്യമായി ഇക്കാര്യങ്ങൾ പറഞ്ഞതും ഇരുവർക്കും പരാതി നൽകിയതും. ഈ പോക്കങ്ങ് പോയാൽ ഇനി താൻ ഉന്നയിച്ച പരാതികളിൽ വനിതാ പോലീസ് അന്വേഷണ സംഘം തന്നെ വേണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. പോലീസിനെതിരെ പരാതി അറിയിക്കാനുള്ളവർക്ക് അക്കാര്യം തന്നെ 8304855901 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ അറിയിക്കാം. താൻ നൽകിയ പരാതികൾ അന്വേഷിക്കാൻ പോലീസിലെ നല്ല ആൺകുട്ടികൾ തന്നെ വേണം. തന്റെ പക്കലുള്ള എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് നൽകും. നാളെ DIG തന്നോട് തെളിവുകളുമായി മൊഴിയെടുക്കാൻ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാതൊരുവിധ സ്വാധീനവും ഈ അന്വേഷണത്തിൽ നടക്കില്ല എന്നും PV അൻവർ പറഞ്ഞു. DGPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് നടപടിയുടെ ആദ്യ സൂചനയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ പ്രതീക്ഷയർപ്പിക്കുന്നുവെന്നും അൻവർ പറഞ്ഞു. തന്റെ പരാതിയിൽ പറയുന്ന പ്രധാന കാര്യം സ്വർണ്ണക്കള്ളക്കടത്തും പോലീസിലെ ക്രിമിനലുകളെയും കുറിച്ചാണ്. ഇക്കാര്യം വാർത്താ സമ്മേളനത്തിലും സൂചിപ്പിച്ചതാണ്. നാളെ തൃശൂർ DIG മൊഴിയെടുക്കും. അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പോലീസിൽ പുഴുക്കുത്തുകളുണ്ട്. തൃശൂർ DIG നല്ല ഉദ്യോഗസ്ഥനെന്നാണ് മനസ്സിലാക്കുന്നത്. സത്യസന്ധമായ അന്വേഷണം നടക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. IG നേരിട്ട് കേസ് അന്വേഷിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കേസ് വഴിതിരിച്ചു വിടാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു.